ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഡേ ഇൻ ദ ലൈഫായിട്ട് എടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കുറേ ആഴ്ചകളുടെ വീഡിയോസ് കമ്പൈൻ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. അന്നൊരു ചിൽ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഗ്യാപ്പ് കൊണ്ട് ഞാൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദേവിക എന്നാണ്. സൗഭാഗ്യ ചിത്തിയുടെ വീഡിയോസ് കാണുന്നവർക്ക് എന്നെ ചിക്കു എന്നറിയായിരിക്കും നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ എല്ലാവരുടെയും കമൻസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു, ആരാണ് ചിക്കു, ചിക്കുവിനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ചിക്കു. ഈ ചാനൽ ഞാനും മനുവും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് മനുവിനെ നിങ്ങൾ അധികം കാണില്ലായിരിക്കും, പക്ഷേ വരുന്ന വീഡിയോസിൽ എന്തായാലും കാണും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ദിവസം ഞാൻ ചിത്തിയുടെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡാൻസ് ക്ലാസ് ഒന്ന് ക്ലീൻ ചെയ്ത സമയം കൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിത്തി സ്റ്റുഡൻസിൻ്റെ അടുത്തോട്ടും പോയി, ഞാൻ കൊച്ചു ബേബിയുടെ അടുത്തോട്ടും പോയി. ഈ കാണുന്നത് നമ്മൾ യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ എടുക്കുന്ന ശ്രമമാണ്. അത് നല്ലോണം പാളിപ്പോയി. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചു. ഇതൊരു ചാലഞ്ചായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ അതങ്ങനെ പോയി. ഞാൻ ചുമ്മാ ക്ലിപ്പ് ആടിയതന്നേ ഉള്ളൂ. ഇത് വേറൊരു ദിവസമാണ്. നമ്മൾ സൂവിൽ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സൂവിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ് നിങ്ങളീ കാണുന്നത്. എനിക്ക് വലുതായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊച്ചു ബേബിയും കൂടെ കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ റെഡിയായി വന്ന് നോക്കുമ്പോൾ എവിടുന്നുമില്ലാത്ത ഒരു മഴയായിരുന്നു. അപ്പം മഴയത്ത് കൊച്ചേബിയും കൊണ്ടുപോകുന്ന റിസ്ക് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കൊച്ചേബിയെ കൊണ്ടുപോയില്ല, വീട്ടിൽ തന്നെ നിർത്തി. എന്നിട്ട് നമ്മളൊരു ഓട്ടോ എടുത്ത് പോവുകയാണ് ചെയ്തത്. മഴയത്ത് ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. കാരണം പണ്ട് മഴ പെയ്യുമ്പം അമ്മയുടെ കൂടെ പോകുമ്പോൾ അമ്മ കുട തുറന്ന് സൈഡിൽ പിടിക്കുമായിരുന്നു എൻ്റെ മേത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് മഴ നനഞ്ഞ് പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അമ്മയെ മിസ് ചെയ്തു. അങ്ങനെ നമ്മൾ സൂവിലെത്തി. സൂ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടി, ഇത്ര തിരക്കില്ലാതെ ഇരിക്കുന്നല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് പോയി. ഞാൻ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ആനിമൽസിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവരെ അടുത്ത് കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ സിംഹത്തിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ക്ലൗഡ് 9-ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനിമലാണ് സിംഹം. അങ്ങനെ നമ്മൾ ഒരുവിധം സൂ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നമ്മളൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടുത്തെ ചായക്കടയിൽ നിന്ന് നമ്മൾ സ്നാക്സും ചായയും കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്താണ് ബട്ടർഫ്ലൈ പാർക്ക് കണ്ടത്. ബട്ടർഫ്ലൈ പാർക്ക് കൂടെ കണ്ടപ്പം ഞാൻ കുറച്ചുകൂടെ ഹാപ്പിയായി. എനിക്ക് ബട്ടർഫ്ലൈസിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതുപോലെ പേടിയാണ്. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കുമ്പം വീണ്ടും മഴ പെയ്തു. അപ്പോൾ എൻ്റെ കണ്ണാടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നനഞ്ഞാണ് വെളിയിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ വെളിയിൽ നമ്മൾ ഉപ്പുമാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അക്വേറിയത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ നിൽക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് തെറ്റി. അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ച ഉപ്പുമാങ്ങയൊക്കെ ആയിട്ട് മ്യൂസിയത്തിൻ്റെ അവിടെ കുറച്ച് നേരം പോയിരുന്നു. കുറച്ച് നേരം സംസാരിച്ച് പാട്ട് കേട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതും കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം മഴ കുറച്ചുകൂടെ ശക്തിയിൽ പെയ്യായിരുന്നു. അപ്പോൾ ഒരു വഴിയില്ലാതെ നമ്മളവിടെ പാട്ടും കേട്ട് മഴയുടെ ഈസ്തറ്റിക് വീഡിയോസൊക്കെ എടുത്തിരിക്കുമായിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് മഴ നിന്ന ഗ്യാപ്പിൽ നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഓടി പെട്ടെന്ന് ഊബർ ബുക്ക് ചെയ്തു. പക്ഷേ കഷ്ടകാലത്തിന് ഊബർ ബുക്ക് ആവാനും വരാനും ഒരുപാട് നേരമെടുത്തു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് വെളിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. എങ്ങനെയും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഊബർ വരാൻ ഒരുപാട് നേരം എടുത്തു. അപ്പോൾ നമ്മൾ ബോറടിച്ച് അവസാനം സഹികെട്ട് ടിക്കറ്റ് കൊണ്ട് ബോട്ടുണ്ടാക്കി കളിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി മഴയത്ത്. കൊച്ചേബിക്ക് വാങ്ങിച്ച ചോക്ലേറ്റ് കൊടുത്തു. കൊച്ചേബിയുടെ ഫേവററ്റ് സോങ്ങിന് കൊച്ചേബി ഡാൻസ് കളിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. ഇത് കൊച്ചിൻ്റെ ഫ്രണ്ട്.
കൊച്ചേബിക്ക് കൊടുത്ത ഡോക്ടർ സെറ്റാണ് ഗിഫ്റ്റായിട്ട്. അതുകൊണ്ട് മാറി മാറി എല്ലാവരെയും പരിശോധിക്കുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയേ, എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും നല്ല മഴയായിരുന്നു. നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ മഴയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ സിനിമയും കണ്ട് ഫുഡ് കഴിച്ചിരിക്കുകയായിരുന്നു. സ്പീക്കറിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചേബിയുടെ ഫേവററ്റ് സോങ്, അതും പ്ലേ ചെയ്ത് കൊച്ചേബി അതിൻ്റെ കൂടെ പാടുന്ന വീഡിയോ ആയിരുന്നു ഇത്. പക്ഷെ അത് ഞാൻ പ്ലേ ചെയ്താൽ ആ പാട്ട് പ്ലേ ആവും, അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇടാത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതും കൊച്ചേബിയുടെ ടോയ് ആണ്, ഞങ്ങളാണ് അതുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു അന്ന് രാത്രി. അത് വന്നിട്ട് നാളെ വന്നേ അശ്വതി അത് കഴിയും. മോളാണ് മോളാണ് അത് വന്നേ. അത് വന്നിട്ട് ബാത്റൂം ചാനലിൽ കേട്ടില്ലേ, അതായിരുന്നു കൊച്ചേബിയുടെ യൂട്യൂബ് ചാനൽ. അന്നും പാട്ടൊക്കെ പാടി നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് കൊച്ചനും ചിത്തിക്കും ആനീസ് കിച്ചൻ്റെ ഷൂട്ടുള്ള ദിവസമായിരുന്നു. അപ്പം മനുവും ഞാനും കൂടെ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. കൊച്ചേബി ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റുകൊണ്ട് കുറച്ച് ക്രാങ്കി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടെ കളിച്ച് ഇച്ചിരി ആക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ തന്നെ ആൾ ചിരിക്കാനൊക്കെ തുടങ്ങിട്ടോ. അപ്പോൾ അതാ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. സോ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ക്യാമറ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഒന്നും അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അത് ശരിയായിക്കോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ മേക്കപ്പും ടച്ചപ്പും ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാനും മനുവും കൂടെ കൊച്ചേബിയുടെ കൂടെ ഇരിക്കുമായിരുന്നു. കൊച്ചേബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഷൂട്ട് തുടങ്ങാറായി. ഒരുപാട് നേരം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് മനുവും ഞാനും കൂടെ ലുലു മോളിലേക്ക് പോയി. എനിക്ക് ട്രാവൽ ചെയ്യാനും ഏറ്റവും ഇഷ്ടമുള്ളത് മനുവിൻ്റെ കൂടെ തന്നെയാണ്. കാരണം ഞാൻ വേറെ ആരുടെ കൂടെ പോവുകയാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു സൈലൻസ് അല്ലെങ്കിൽ കുറച്ച് ഓക്വേർഡ്നെസ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല. ഒന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും പാട്ട് കേട്ടിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും. മനു എന്നെ ക്രോസ് വേർഡിൽ കൊണ്ടുപോയി എനിക്കൊരു ബുക്കും വാങ്ങിച്ചു തന്നു. എന്നിട്ട് നമ്മളും വിശന്നിരിക്കുന്നതുകൊണ്ട് ബർഗർ കിങ്ങിൽ പോയി കഴിക്കാം. എനിക്ക് ബർഗർ കിങ് ആയിട്ട് അത്യാവശ്യം കുറേ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആണ് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ മുതൽ കൂടെ വന്ന ആൾക്കാരും അവർ ചെയ്തതും പറഞ്ഞതും. അപ്പം ഞാനത് കാര്യമായിട്ട് മനുവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ മനു എന്നെ മോട്ടിവേറ്റും ചെയ്യായിരുന്നു. അത് മനുവിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ എത്ര ഡീമോട്ടിവേറ്റഡ് ആയിട്ടും അപ്സെറ്റ് ആയിട്ടിരുന്നാലും എന്നെ പെട്ടെന്ന് എന്നെ ഹാപ്പി ആക്കുകയും മോട്ടിവേറ്റഡ് ആക്കുകയും ഒക്കെ ചെയ്യും. ഈ കാണുന്ന ദിവസം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഇത് ചിത്തിയുടെ സാരിയാണ്, ചിത്തിയുടെ ബ്ലൗസാണ്. ഞാൻ ഇറങ്ങി വന്ന് കൊച്ചേബിയുടെ അടുത്ത് കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ അടുത്ത് കൊച്ചേബി ചോദിച്ചു, ഇത് മമ്മയുടെ സാരിയല്ലേ ചിക്കു ചേച്ചി? അതാണ് നിങ്ങളീ കണ്ടത്. എന്നിട്ട് വിളക്കും സാമ്പ്രാണിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോയി. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നുള്ളത്. എന്തായാലും അന്ന് അത് സാധിച്ചു. അന്ന് വൈകിട്ടാണ് ഞങ്ങൾ പോയത്. നിർമാല്യം കൂടെ തൊഴണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനി വരും സമയങ്ങളിൽ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും. അങ്ങനെ ഇതെൻ്റെ ട്രിവാൻഡ്രത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞാൻ ഭയങ്കര വിഷമത്തോടെ തന്നെയാണ് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോയത്. കാരണം ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്നത്. അത്രയും നന്നായിട്ടാണ് അവിടെ എല്ലാവരും എൻ്റെ അടുത്ത് പെരുമാറിയതും എന്നെ നോക്കിയതും ഒക്കെ. ഇത്രയും നല്ല ഫാമിലിയുടെ ഒരു ഭാഗമാകാൻ കാരണം തന്നെ മനുവാണ്. മനുവിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവരെയും കിട്ടില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച് മനു. ഈ വീഡിയോയിൽ കാണാത്ത ഒരാൾ അനുക്കുട്ടിയാണ്. അനു തിരിച്ച് പേരൂർക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുവിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അനുവിനെയും ഈ സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നു. അനു മാത്രമല്ല, അച്ഛനും വിദ്യാൻ്റെയും താര ടീച്ചറിനെയും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല.
അങ്ങനെ ഞാൻ ഫൈനലി ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ആണെന്നുള്ള ബിഗ്ഗസ്റ്റ് ഇൻഡിക്കേറ്ററാണ് ഇത്രയും ട്രാഫിക്. വീടിൻ്റെ തൊട്ടടുത്താണ്. ഹാർഡ്ലി ഒരു 1.5-2 കിലോമീറ്ററിനാണ് ഞാൻ ഇത്രയും സമയവും ഇത്രയും ട്രാഫിക്കിൽ കൂടെ പോയത്. അപ്പോൾ വീട്ടിലെത്തി വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അൺപാക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ വീണ്ടും പാക്ക് ചെയ്തു. കാരണം എനിക്ക് കോയമ്പത്തൂർ പോകാനുണ്ടായിരുന്നു എൻ്റെ വീട്ടിലോട്ട്. അതിപ്പോഴൊന്നുമല്ല, കുറേ നാളുണ്ട്, എന്നാലും ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. എനിക്ക് എത്ര ഞാൻ ക്ലീൻ ചെയ്താലും ഒരു തൃപ്തി വരില്ല. അപ്പം ഞാൻ വീണ്ടും ക്ലീൻ ചെയ്ത സ്ഥലങ്ങൾ തന്നെ വീണ്ടും ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചിട്ട് വന്ന് വിളക്ക് വെച്ചു. ഇനി ബാക്കി ക്ലിപ്സ് ഞാൻ കോയമ്പത്തൂർ ചെന്നിട്ട് എടുത്തതാണ്. ഞാൻ ബാക്കി ദിവസങ്ങളുടെ വീഡിയോസ് ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ അങ്ങനെ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ നല്ലൊരു ക്ലൈമറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പയും ഞാനും കൂടെ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ഇതെൻ്റെ അമ്മൂമ്മയാണ്. ഇന്നത്തെ ദിവസം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്യാൻ റെഡിയായിരിക്കുന്നതാണ് ഈ കാണുന്നത്. വൈകിട്ടായപ്പോൾ ആസ് യൂഷ്വൽ വിളക്ക് കത്തിച്ചു. അമ്മൂമ്മയുടെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. ഇതാണ് അമ്മ രാവിലെ 9:30 പോയതാണ്. ഇപ്പോൾ സമയം എങ്ങനെ പോയാലും ഒരു 10:30, 11 ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ബാങ്കിൽ നിന്ന് തിരിച്ചു വരുന്നത്. കോയമ്പത്തൂർ പോയതും ഒരു ഷോർട്ട് വിസിറ്റായിരുന്നു. 2 to 3 ഡേയ്സ് ഞാൻ നിന്നുള്ളൂ. കാരണം എനിക്ക് ബാംഗ്ലൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇതെൻ്റെ അനിയത്തിയാണ്. ഞാൻ വന്ന ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വൃത്തിയാക്കുന്നതിനോടൊരു ഒബ്സഷനാണ്. അന്ന് അൺപാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. അലമാരിയിലിരിക്കുന്ന തുണിയൊക്കെ വലിച്ചെടുത്ത് വീണ്ടും മടക്കി വെക്കുന്നതിൽ എനിക്കെന്തോ ഒരു പ്രത്യേക സുഖമാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ സോഫയൊക്കെ ഒന്ന് വൃത്തിയാക്കി കവറൊക്കെ മാറ്റിയിട്ട് പിന്നെയും വീട് ഡീപ്പ് ക്ലീൻ ചെയ്ത് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കുക. മനു ഞാനും കൂടെ ഇനിയൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് കണ്ടൻറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും പറയണേ. Thank you for watching. See you soon.